ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് സീരീസിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോസിൽ ഷെയർ ചെയ്തിരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ. അപ്പോൾ കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി പറയാനുള്ളത്, നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക, അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുമെന്ന്. അപ്പം നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില ആൾക്കാർ നമ്മളെ ഇൻസ്പയർ ചെയ്യും, പക്ഷെ ചില ആൾക്കാർ നമ്മളെ എക്സ്പയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ നമ്മളെ എക്സ്പയർ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ അവരില്ലാതാക്കും. അത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ജോലി വിട്ടിട്ട് ഫ്രീലാൻസിങ് ആൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പറയും, അയ്യോ വീണ എന്തിനാണ് ഇങ്ങനെ വലിയൊരു റിസ്ക് എടുക്കണത്, എന്തെങ്കിലും പറ്റി പോയാലോ. അപ്പോൾ എൻകറേജ് ചെയ്യണതിന് പകരം അവർ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ ചോർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കുറച്ച് അകലം പാലിക്കുക. ഓക്കെ, കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ള കോൺഫിഡൻസ്, നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് ഹാനികരമാണ്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഇഷ്ടമുള്ളതായിരിക്കാം, ഓക്കെ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി മാതാപിതാക്കൾ. ഓക്കെ, കുട്ടികൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണോ, ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണോ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പറയും, അയ്യോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കും. അത് പക്ഷേ നമ്മളെ താഴ്ത്താനല്ല, മോസ്റ്റ്ലി നമ്മളോട് കൂടുതൽ ഇഷ്ടമുണ്ടായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാത്തത്, നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചലഞ്ചസ് ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ അധികം കൂടുതൽ ആരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് നമ്മുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നമ്മൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നോക്കുക, ചെറിയ ചെറിയ റിസ്ക് എടുക്കാൻ നോക്കുക. നമ്മൾ എടുത്തിരിക്കണം. ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ എന്താ ഒരു ത്രില്ല്, അല്ലേ? അപ്പോൾ ചെറിയ റിസ്കുകൾ എടുത്ത് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ബിൽഡാവും. അപ്പം നമ്മളിലുള്ള ആത്മവിശ്വാസം മറ്റുള്ളവർ കാണുമ്പോൾ ഓക്കെ, അവരും നമ്മളിൽ ബിലീവ് ചെയ്യാൻ തുടങ്ങും, നമ്മളിൽ വിശ്വസിക്കാൻ തുടങ്ങും. അതാണ് ഒരു കൂട്ടം ആൾക്കാർ. വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മളെക്കാട്ടിലും നമ്മളെ ബിലീവ് ചെയ്യുന്നവർ, ഓക്കെ, എസ്പെഷ്യലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചില ക്ലോസ് റിലേറ്റീവ്സ്, ഓക്കെ, ചിലപ്പോൾ അത് നമ്മുടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കാം. അവരെപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിനക്കത് ചെയ്യാൻ പറ്റും, നീ അത് ചെയ്തു നോക്കൂ. നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ കൂടെ അവർ നമ്മളെ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് വേണ്ട അവരിൽ നമുക്ക് വിശ്വാസം വരുത്താൻ. നമ്മളിൽ ഓൾറെഡി അവർക്ക് വിശ്വാസമുണ്ട്, അവർ നമുക്ക് നല്ലൊരു പ്രചോദനമാണ്, അവർ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അതാണ് നമ്മുടെ ബിലീവേഴ്സ് ആൻഡ് ഇൻസ്പയറേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് വേണ്ട നമ്മളെ പ്രൂവ് ചെയ്യാൻ. അവർ ഓൾറെഡി നമ്മളുള്ള വിശ്വാസമുണ്ട്, അത് നമ്മളെ എൻകറേജ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിനെ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പ്ലേസ് എ വെരി ബിഗ് റോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിൽ. അപ്പോൾ എന്ത് ചെയ്താലും അയ്യോ എന്നെ കൊണ്ടത് പറ്റില്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ തലം താഴ്ത്തി നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കൂടുതൽ പ്രചോദനം, ഓക്കെ, ചെറിയ റിസ്ക് എടുത്ത് നോക്കൂ, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, ഓക്കെ, ആ ബിസിനസ് ഐഡിയ നിനക്കുണ്ടെങ്കിൽ നീ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പയർ ചെയ്ത് എൻകറേജ് ചെയ്യണം. അങ്ങനത്തെ ഫ്രണ്ട്സ്, അങ്ങനത്തെ റിലേറ്റീവ്സായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകാൻ നോക്കുക. അപ്പോൾ അതിൽ നമ്മളിൽ വലിയൊരു ചേഞ്ച് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്സ് എടുത്ത് ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ടിപ്സ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക, പ്രായോഗികമാക്കുക. ഓക്കെ, കാരണം കേട്ടുകൊണ്ടിരുന്നിട്ടല്ല, നമ്മൾ അത് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ആക്ഷൻ.
അതിലാണ് നമ്മുടെ സക്സസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് നമ്മളിൽ ബിലീവ്, ഓക്കെ, ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ ദ ഓൾമൈറ്റി, ബിലീവ് ഇൻ ദ യൂണിവേഴ്സ്. നമ്മുടെ മുകളിൽ ഒരു ശക്തിയുണ്ട്, നമ്മളെ എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തി. ആ ശക്തിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വിശ്വാസം ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ സം ടിപ്സ്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് സ്മോൾ സ്റ്റെപ്സ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയും കൂടിയുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി മോട്ടിവേഷനും ഡെയിലി ടിപ്സും അതിൽ ഷെയർ ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു ജോയിൻ ആൻഡ് സ്റ്റേ പോസിറ്റീവ്, ബി കോൺഫിഡൻറ്റ്. ബൈ ബൈ.